Hello students, this is Sonu from Mechanical Engineering Department. Okay, ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റൽ കട്ടിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് മെറ്റൽ കട്ടിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ് മെറ്റൽ കട്ടിംഗ് അല്ലെങ്കിൽ മെഷീനിങ് പ്രോസസ്സ്? മെറ്റൽ കട്ടിങ്ങിൻ്റെ മറ്റൊരു പേരാണ് മെഷീനിങ് പ്രോസസ്സ്. നമുക്കറിയാം, ഒരു ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസൈഡ് പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു ബ്ലാങ്ക് അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ ആവശ്യമാണ്. അപ്പോൾ മെറ്റൽ കട്ടിങ്ങിന് സിമ്പിളായിട്ടൊരു ഡെഫിനേഷൻ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ഓർ മേക്കിംഗ് എ ഡിസൈഡ് പ്രോഡക്റ്റ് ഫ്രം എ പീസ് ഓഫ് ബ്ലാങ്ക് മെറ്റീരിയൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ കട്ടിംഗ് ടൂൾ. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് മെറ്റൽ കട്ടിംഗ് അല്ലെങ്കിൽ ഒരു മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു ബ്ലാങ്ക് മെറ്റീരിയലിൽ നിന്ന് ഒരു കട്ടിംഗ് ടൂളിൻ്റെ ഹെൽപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫൈനൽ വർക്ക് പീസ് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഔട്ട്പുട്ട്, ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് മെറ്റൽ കട്ടിംഗ് എന്ന് സാധാരണ പറയുന്നത്. ഓക്കെ, ഇനി മെറ്റൽ കട്ടിംഗ് തന്നെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഓർത്തോഗണൽ ആൻഡ് ഒബ്ലിക് കട്ടിംഗ്. ഓക്കെ, മെറ്റൽ കട്ടിങ്ങിനെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓർത്തോഗണൽ കട്ടിംഗ് ആൻഡ് ഒബ്ലിക് കട്ടിംഗ്. അപ്പോൾ ഞാൻ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഓർത്തോഗണൽ കട്ടിങ്ങിനും ഒബ്ലിക് കട്ടിങ്ങിനും. അപ്പോൾ ആദ്യം ഓർത്തോഗണൽ കട്ടിങ് നോക്കുക. അതിൽ ഫിഗറിൽ ഒരു വർക്ക് പീസ് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഒരു കട്ടിംഗ് ടൂളും. അപ്പോൾ ഇതിൽ കട്ടിംഗ് ടൂളിൻ്റെ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത് ഒന്നുകിൽ വർക്ക് പീസിൻ്റെ മോഷനോ അല്ലെങ്കിൽ കട്ടിംഗ് ടൂളിൻ്റെ മോഷനോ പെർപെൻഡിക്കുലർ ആയിരിക്കും, അതായത് 90 ഡിഗ്രി ആംഗിളിലായിരിക്കും. ശ്രദ്ധിക്കുക, കട്ടിംഗ് ടൂളിൻ്റെ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത് മോഷൻ ഓഫ് ദി വർക്ക് അല്ലെങ്കിൽ മോഷൻ ഓഫ് ദി കട്ടിംഗ് ടൂൾ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? അതിനെയാണ് ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറയുക. അതുപോലെ തന്നെ ഒബ്ലിക് കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കട്ടിംഗ് എഡ്ജ്, കട്ടിംഗ് ടൂളിൻ്റെ കട്ടിംഗ് എഡ്ജ് മോഷൻ ഓഫ് ദി വർക്ക് പീസിന് അല്ലെങ്കിൽ മോഷൻ ഓഫ് ദി കട്ടിംഗ് ടൂളിന് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ, ഏതെങ്കിലും ഒരു ആംഗിളിലായിരിക്കും, അതർ ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആംഗിളിൽ ഒരു ഇൻക്ലിനേഷൻ വരികയാണെങ്കിൽ അതിനെയാണ് ഒബ്ലിക് കട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓർത്തോഗണൽ കട്ടിങ്ങിൽ when the cutting edge is perpendicular to the motion of the workpiece or motion of the cutting tool. Clear? Then oblique കട്ടിങ്ങിലാണെങ്കിൽ അതർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, ഇൻക്ലൈൻഡ് ടു ദി മോഷൻ ഓഫ് ദി ജോബ്, വർക്ക് ജോബ് ഓർ മോഷൻ ഓഫ് ദി കട്ടിംഗ് ടൂൾ. ക്ലിയർ? കട്ടിംഗ് എഡ്ജ് ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. കട്ടിംഗ് എഡ്ജ് പെർപെൻഡിക്കുലർ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആംഗിളിൽ ഇൻക്ലൈൻഡ് ആണോ എന്നാണ് നോക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് രണ്ട് കട്ടിംഗ് ആയിട്ട് അതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഓർത്തോഗണൽ കട്ടിങ്ങും ഒബ്ലിക് കട്ടിങ്ങും. ദെൻ അടുത്തത് പറയാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ നോമൻക്ലേച്ചർ. ഓക്കെ, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കട്ടിംഗ് എഡ്ജേ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന് ഉണ്ടായിരിക്കുകയുള്ളൂ. സാധാരണ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത് ലെയ്ത്ത്, അതുപോലെ തന്നെ ഷേപ്പർ, സ്ലോട്ടർ, ഇങ്ങനെയുള്ള മെഷീൻ ടൂൾസിലാണ് സാധാരണയായിട്ട് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾസ് യൂസ് ചെയ്യാറ്. ക്ലിയർ? അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു പിക്ചർ കാണിക്കാം. ഇതിലെ ടോപ്പ് കോർണറിൽ നിങ്ങൾക്കൊരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ ഒരു ടൂൾ ജോമെട്രി കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ സാധാരണ ഹൈ സ്പീഡ് സ്റ്റീലിലാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സ്ക്വയർ ഷാഫ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു എൻഡിൽ നമ്മൾ അതിൻ്റെ ടിപ്പ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് മെഷീൻ ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിരിക്കും കട്ടിംഗ് എഡ്ജ്. അതിൻ്റെ ബാക്ക് പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് ഷാങ്ക് എന്ന് പറയും. ഈ ഷാങ്കാണ് എപ്പോഴും നമ്മൾ ടൂൾ പോസ്റ്റിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ കുറച്ച് ടേംസ് കൂടി പറയാനുണ്ട്. കട്ടിംഗ് ടൂളിൻ്റെ ബാക്ക് സൈഡിന് അല്ലെങ്കിൽ ബാക്ക് പോർഷന് നമ്മൾ ഷാങ്ക് എന്ന് പറയും. ഷാങ്കാണ് കട്ടിംഗ് ടൂൾ പോസ്റ്റിൽ ഫിക്സ് ചെയ്ത് നിർത്തുന്നത്. അതുപോലെ തന്നെ കട്ടിംഗ് ടൂളിൻ്റെ ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള പോർഷന് ബേസ് എന്നാണ് പറയുന്നത്. ബേസ് ആണ് ടൂൾ പോസ്റ്റിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൗൺ പോർഷന് ബേസ് എന്ന് പറയും. അതുപോലെ തന്നെ ടോപ്പ് പോർഷനെ ഫേസ് എന്ന് പറയും. ദെൻ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടിപ്പിനെ പറയുന്ന പേരാണ് നോസ്. ഓക്കെ, രണ്ട് കട്ടിംഗ് എഡ്ജും ചേരുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണ് നോസ്.
ദെൻ കട്ടിംഗ് എഡ്ജിൻ്റെ തൊട്ട് താഴെയുള്ള ഫേസിനെ നമ്മൾ ഫ്ലാങ്ക് എന്ന് പേര് പറയും. അതുപോലെ തന്നെ ടോപ്പ് പോർഷന് ഫേസ് എന്ന് പറയും. ഓക്കെ, ഫ്രണ്ട് സൈഡിൽ ഒരു കട്ടിംഗ് എഡ്ജ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സൈഡിലൊരു കട്ടിംഗ് എഡ്ജ് ഉണ്ടായിരിക്കും. സൈഡിൽ വരുന്നതാണ് മെയിൻ കട്ടിംഗ് എഡ്ജ്, എൻഡിൽ വരുന്നതാണ് ഓക്സിലറി കട്ടിംഗ് എഡ്ജ്. ഓക്കെ, അപ്പോൾ ഓക്സിലറി കട്ടിംഗ് എഡ്ജിൻ്റെ താഴെയുള്ള സൈഡിന് അല്ലെങ്കിൽ ഫേസിന് നമ്മൾ പറയുന്ന പേരാണ് എൻഡ് ഫ്ലാങ്ക്. അതുപോലെ തന്നെ മെയിൻ കട്ടിംഗ് എഡ്ജിൻ്റെ താഴെയുള്ള സൈഡിന് നമ്മൾ സൈഡ് ഫ്ലാങ്ക് എന്ന് പറയും. ഓക്കെ, ദെൻ താഴത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ 3 വ്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 3 വ്യൂസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംഗിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആംഗിൾസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇമ്പോർട്ടൻ്റ് ആംഗിൾസ് ഇൻ എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഫസ്റ്റ് വൺ ബാക്ക് റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ, എൻഡ് റിലീഫ് ആംഗിൾ, സൈഡ് റിലീഫ് ആംഗിൾ, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, അതുപോലെ തന്നെ നോസ് റേഡിയസ്. ഇത്രയാണ് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആംഗിൾസ്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് പറയാം. ഫസ്റ്റ് വൺ റേക്ക് ആംഗിൾ. റേക്ക് ആംഗിൾ 2 തരത്തിലുണ്ട്, ബാക്ക് റേക്ക് ആംഗിളും സൈഡ് റേക്ക് ആംഗിളും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ടോപ്പ് സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് ബാക്ക് റേക്ക് ആംഗിൾ. അതുപോലെ തന്നെ എൻഡ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡ് റേക്ക് ആംഗിളും കാണാൻ സാധിക്കും. റേക്ക് ആംഗിൾ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ചിപ്പിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? ചിപ്പ് ഫ്ലോ കൺട്രോൾ ചെയ്യാനാണ് മെയിനായിട്ട് റേക്ക് ആംഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റേക്ക് ആംഗിൾ 2 രീതിയിൽ കൊടുക്കാറുണ്ട്. പോസിറ്റീവ് റേക്ക് ആംഗിളും കൊടുക്കാറുണ്ട്, നെഗറ്റീവ് റേക്ക് ആംഗിളും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്ക് റേക്ക് ആംഗിളും സൈഡ് റേക്ക് ആംഗിളും പ്രൊവൈഡ് ചെയ്യുന്നത് ചിപ്പ് ഫ്ലോ കൺട്രോൾ ചെയ്യാനാണ്. അതുപോലെ തന്നെ എൻഡ് റിലീഫ് ആംഗിൾ. റിലീഫ് ആംഗിൾ എന്ന് കോമൺ ആയിട്ട് പറയുന്നതാണ്. അതിൽ തന്നെ എൻഡ് റിലീഫ് ആംഗിളും ഉണ്ട്, സൈഡ് റിലീഫ് ആംഗിളും ഉണ്ട്. അപ്പോൾ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് എൻഡ് റിലീഫ്, ഫ്രണ്ട് വ്യൂവിൽ എൻഡ് റിലീഫ് ആംഗിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഡ് വ്യൂവിൽ സൈഡ് റിലീഫ് ആംഗിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിലീഫ് ആംഗിൾ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കട്ടിംഗ് ടൂളും വർക്ക് പീസും തമ്മിലുള്ള റബ്ബിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു കട്ടിംഗ് എഡ്ജ് മാത്രം വർക്ക് പീസിൽ ടച്ച് ചെയ്യുന്നതിന് വേണ്ടി ബാക്കി പോർഷൻസ് വർക്ക് മെറ്റീരിയലിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആംഗിളാണ് റിലീഫ് ആംഗിൾസ്. ദ നെക്സ്റ്റ് വൺ കട്ടിംഗ് എഡ്ജ് ആംഗിൾ. അതും രണ്ട് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഉണ്ട്, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും. കട്ടിംഗ് എഡ്ജ് ആംഗിൾ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രിക്ഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്രിക്ഷൻ കുറയ്ക്കുക. കട്ടിംഗ് എഡ്ജ്, അതായത് കട്ടിംഗ് ടൂളും വർക്ക് പീസും തമ്മിലുള്ള ഫ്രിക്ഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 കട്ടിംഗ് എഡ്ജ് ആംഗിളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ടോപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ കാണാൻ സാധിക്കും, അതുപോലെ തന്നെ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ദെൻ നോസ് റേഡിയസ്. നോസ് റേഡിയസ് എന്ന് പറയുന്ന ആംഗിൾ അല്ല, ഒരു റേഡിയസ് ആണ്. ഞാൻ നോസ് നേരത്തെ പറഞ്ഞു, 2 കട്ടിംഗ് എഡ്ജും തമ്മിൽ ടച്ച് ചെയ്യുന്ന കൂടിച്ചേരുന്ന പോർഷനെയാണ് നോസ് എന്ന് പറയുക. നോസ് ഒരിക്കലും ഒരു ഷാർപ്പ് എഡ്ജ് ആയിരിക്കില്ല, ഒരു കർവേച്ചർ എപ്പോഴും അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കർവേച്ചറിൻ്റെ റേഡിയസിനെയാണ് നോസ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഫിഗർ നിർബന്ധമായിട്ടും വരച്ച് പഠിക്കണം. ഓരോ ആംഗിളും എങ്ങനെ അടയാളപ്പെടുത്താമെന്ന് പഠിച്ചിരിക്കണം. അതിലെ മെയിൻ ആംഗിൾസ് എന്ന് പറയുന്നത് ഈ എഴുതിയത് തന്നെയാണ്. ഈ എഴുതിയത് മാത്രം പഠിച്ചാൽ മതി. ബാക്ക് റേക്ക്, സൈഡ് റേക്ക്, എൻഡ് റിലീഫ്, സൈഡ് റിലീഫ്, എൻഡ് കട്ടിംഗ്, അതുപോലെ തന്നെ സൈഡ് കട്ടിംഗ്, ദെൻ നോസ് റേഡിയസ്. ക്ലിയർ? ദെൻ അടുത്ത പോർഷൻസിലേക്ക് പോയാൽ ടൈപ്സ് ഓഫ് ചിപ്പ്. നമുക്കറിയാം, ഒരു കട്ടിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ വർക്ക് പീസ് മെറ്റീരിയലും അതുപോലെ തന്നെ കട്ടിംഗ് ടൂളും തമ്മിൽ വരുന്ന കോണ്ടാക്ട്, ഫ്രിക്ഷൻ അതുപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ കട്ടിംഗ് ടൂളിൽ വരുന്ന കട്ടിംഗ് ഫോഴ്സ് ചിപ്പിൽ നിന്ന് വർക്ക് പീസ് മെറ്റീരിയലിൽ നിന്ന് വർക്ക് മെറ്റീരിയലിനെ ചിപ്പിൻ്റെ ഫോമിൽ റിമൂവ് ചെയ്യുമ്പോഴാണ് ശരിക്കും അവിടെ മെഷീനിങ് പ്രോസസ്സ് നടക്കുന്നത്. ഇങ്ങനെ റിമൂവ് ആവുന്ന വർക്ക് മെറ്റീരിയൽ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ചിപ്പ്. ഓക്കെ, ഈ ചിപ്പ് അതിൻ്റെ ഷേപ്പിനനുസരിച്ച് അല്ലെങ്കിൽ അത് ഫോം ചെയ്യുന്ന രീതിക്കനുസരിച്ച് 3 ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ചിപ്പ്, ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് അല്ലെങ്കിൽ സെഗ്മെന്റഡ് ചിപ്സ്, ദെൻ കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ്. അപ്പോൾ ഓരോന്ന് നോക്കാം എന്താണെന്ന്. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ കണ്ടിന്യൂസ് ചിപ്പാണ്. കണ്ടിന്യൂസ് ചിപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിപ്പ് ഫോം ചെയ്യുന്നത്
ലോങ് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ചിപ്പായിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ നീളത്തിൽ ലെങ്തി ആയിട്ടുള്ള ചിപ്പായിരിക്കും കണ്ടിന്യൂസ് ചിപ്പിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് മെയിനായിട്ട് സോഫ്റ്റ് മെറ്റീരിയൽസ് മെഷീൻ ചെയ്യുമ്പോഴാണ് കണ്ടിന്യൂസ് ചിപ്പ് ഫോം ചെയ്യുന്നത്. സോഫ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മൈൽഡ് സ്റ്റീൽ, അതുപോലെ തന്നെ കോപ്പർ പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ മെഷീൻ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ചിപ്പാണ് കിട്ടുന്നത്. ദെൻ ഡിസ്കണ്ടിന്യൂസ് ചിപ്പ്, അപ്പോൾ പിക്ചറിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, ഒരിക്കലും കണ്ടിന്യൂസ് അല്ല, സെഗ്മെന്റഡ് ആയിട്ടാണ്, പീസായിട്ടാണ് നമുക്ക് ചിപ്പ് പുറത്തേക്ക് കിട്ടുന്നത്. അത് ഫൈൻ പൗഡർ രൂപത്തിലായിരിക്കും നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരിക്കലും ലെങ്തി ആയിട്ടുള്ള ചിപ്പ് നമുക്കിതിൽ കിട്ടില്ല. ഈ ടൈപ്പിലുള്ള ചിപ്പിനെയാണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് എന്ന് പറയുക. ഇത് സാധാരണ ബ്രിട്ടിൽ മെറ്റീരിയൽസ് മെഷീൻ ചെയ്യുമ്പോഴാണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ഫോം ചെയ്യുന്നത്. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കാസ്റ്റ് അയൺ, ബ്രാസ്, ബ്രോൺസ്, ഇതൊക്കെ ബ്രിട്ടിൽ മെറ്റീരിയൽസിന് എക്സാമ്പിളാണ്. ഇതൊക്കെ മെഷീൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ചിപ്പാണ് ഫോം ചെയ്യുന്നത്. ദെൻ അടുത്തത് ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ്. ചിപ്പ് വിത്ത് അല്ലെങ്കിൽ BUE എന്ന് പറയും, ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ വർക്ക് പീസും കട്ടിംഗ് ടൂളും തമ്മിലുള്ള ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ വർക്ക് മെറ്റീരിയൽ കട്ടിംഗ് ടൂളിൽ വെൽഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കട്ടിംഗ് ടൂൾ വർക്ക് പീസ് മെറ്റീരിയൽ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും, കട്ടിംഗ് ടൂളിൻ്റെ എഡ്ജിൽ വെൽഡ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കട്ടിംഗ് എഡ്ജ് അവിടെ ഇല്ലാതെ വരും. അങ്ങനെ ഫോം ചെയ്യുന്ന ചിപ്പിനെയാണ് ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് എന്ന് പറയുന്നത്. ക്ലിയർ? അത് മെയിനായിട്ട് ടെമ്പറേച്ചർ ഫ്രിക്ഷൻ കൂടുകയും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ചിപ്പ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജ് എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ ഉണ്ടാവുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് 3 ടൈപ്പിലുള്ള ചിപ്സ്. അപ്പോൾ ഇതിൻ്റെയും ഫിഗർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓരോ ചിപ്പും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഫോം ചെയ്യുന്നത് എന്നും അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ്, കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്. സാധാരണ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വർക്ക് മെറ്റീരിയലാണോ മെഷീൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യാറ്. ഓക്കെ, എപ്പോഴും വർക്ക് പീസിനേക്കാൾ ഹാർഡ്നെസ് കൂടിയതായിരിക്കണം കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെഷീൻ ചെയ്യുന്ന വർക്ക് മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന കട്ടിംഗ് ടൂൾ മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ്സും ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, ഒന്ന് ഹൈ കാർബൺ സ്റ്റീൽ HCS, അതുപോലെ തന്നെ ഹൈ സ്പീഡ് സ്റ്റീൽ HSS, ദെൻ സിമെന്റഡ് കാർബൈഡ്സ്, അതുപോലെ തന്നെ സെറാമിക്സ്, ഡയമണ്ട്സ്. ഇത്രയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അതിൽ ആദ്യത്തെ പറയാം ഹൈ കാർബൺ സ്റ്റീൽ. ഹൈ കാർബൺ സ്റ്റീലിൽ കാർബൺ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.8% ആണ് മാക്സിമം. ഓക്കെ, സാധാരണ സോഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ മെഷീൻ ചെയ്യാനാണ് ഹൈ കാർബൺ സ്റ്റീൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഹോട്ട് ഹാർഡ്നെസ്, ഹൈ ടെമ്പറേച്ചറിൽ അതിൻ്റെ ഹാർഡ്നെസ് നഷ്ടപ്പെടാതെ നിർത്താനുള്ള അതിൻ്റെ കഴിവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 250 ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ മാക്സിമം ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ സാധാരണ സോഫ്റ്റ് മെറ്റീരിയൽസിനാണ് ഹൈ കാർബൺ സ്റ്റീൽ ചൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റീലാണ്. HSS എന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീലിനേക്കാൾ കൂടുതൽ ഹാർഡ്നെസ് കൂടിയതാണ്. ദെൻ അതിലെ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് 1841 HSS. 1841 എന്ന് പറയുന്നത് 3 എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ്. 18 എന്ന് പറയുന്നത് ടങ്സ്റ്റൻ്റെ പെർസെൻറ്റേജ്, 4 എന്ന് പറയുന്നത് ക്രോമിയത്തിൻ്റെ പെർസെൻറ്റേജ്, 1 എന്ന് പറയുന്നത് വനേഡിയത്തിൻ്റെ പെർസെൻറ്റേജ്. ഓക്കെ, അതിൽ ടങ്സ്റ്റൺ ഹാർഡ്നെസ് ഇമ്പാർട്ട് ചെയ്യും, ക്രോമിയം സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യും. ഓക്കെ, HSS എന്ന് പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റീല്. സാധാരണ കുറച്ചുകൂടി ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയലൊക്കെ മെഷീൻ ചെയ്യാൻ നമ്മൾ HSS ആണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സിമെന്റഡ് കാർബൈഡ്സ്. സിമെന്റഡ് കാർബൈഡ്സ് എന്ന് പറയുന്നത് ഒരു പൗഡർ മെറ്റലർജി ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു
അലോയ് എലമെൻ്റ് ആണ് സിമെൻറ്റഡ് കാർബൈഡ്സ്. അലോയ് മെറ്റീരിയൽ ആണ് സിമെൻറ്റഡ് കാർബൈഡ്സ്. HSSനേക്കാൾ ഹാർഡ്നെസ് കൂടുതലാണ്. അതിലെ ഹോട്ട് ഹാർഡ്നെസ്, ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ് ടു 1000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ, 1000 ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ ഹാർഡ്നെസ് അത് മെയിൻറ്റെയിൻ ചെയ്യും. അത്രയും ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയലാണ് സിമെൻറ്റഡ് കാർബൈഡ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സെറാമിക്സ്. ഇപ്പോൾ മോഡേൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കട്ടിംഗ് ടൂൾ മെറ്റീരിയലാണ് സെറാമിക്സ്. സെറാമിക്സിൻ്റെ ബേസിക് എലമെൻ്റ് എന്ന് പറയുന്നത് Al2O3 ആണ്, അലുമിനിയം ഓക്സൈഡ്. അതും പൗഡർ മെറ്റലർജി ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെയാണ്. നമുക്കറിയാം സെറാമിക് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉള്ളതാണ്. 1200 ഡിഗ്രി വരെ അതിൻ്റെ ഹാർഡ്നെസ് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ ഡയമണ്ട്. നമുക്കറിയാം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ്നെസ്, ഏറ്റവും ഹാർഡ്നെസ് കൂടിയൊരു മെറ്റീരിയലാണ് ഡയമണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ പ്രസിഷൻ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയമണ്ട് കട്ടിംഗ് ടൂൾ അല്ലെങ്കിൽ ഡയമണ്ട് മെറ്റീരിയലുള്ള കട്ടിംഗ് ടൂൾസ് യൂസ് ചെയ്യാറ്. അതിന് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്, അതുപോലെ തന്നെ വെരി ലോ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, ദെൻ ഹീറ്റ് കപ്പാസിറ്റി, ഹൈ ഹോട്ട് ഹാർഡ്നെസ് എന്ന് പറയുന്നത് 1500 ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ ഹാർഡ്നെസ് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇത്രയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്. അപ്പോൾ ഓർത്തിരിക്കണം, ഹൈ കാർബൺ സ്റ്റീല്, ഹൈ സ്പീഡ് സ്റ്റീല്, സിമെൻറ്റഡ് കാർബൈഡ്സ്, അതുപോലെ തന്നെ സെറാമിക്സ്, ഡയമണ്ട്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കട്ടിംഗ് ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ഒരു മെഷീനിങ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു മെഷീനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കട്ടിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിലൊരു വർക്ക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും, ഒരു വർക്ക് പീസ് ഉണ്ടായിരിക്കും, ഒരു കട്ടിംഗ് ടൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കട്ടിംഗ് ടൂള് നമ്മൾ വർക്ക് പീസിലേക്ക് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് അവിടെ ശരിക്കും മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ ഷിയറിങ് സംഭവിക്കും. അവിടെ ഹൈ ടെമ്പറേച്ചർ ഇവോൾവ് ചെയ്യും. ആ കട്ടിംഗ് സോണിൽ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ ഹീറ്റ് ഇവോൾവ് ചെയ്യും. ദെൻ ഈ ഹീറ്റ് കട്ടിംഗ് ടൂളിനെയും അതുപോലെ തന്നെ വർക്ക് പീസിനെയും എഫക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് കട്ടിംഗ് ടൂളിൻ്റെ ഹാർഡ്നെസ് കുറയും, അതുപോലെ തന്നെ വർക്ക് പീസിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെയും അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെ പറയുന്ന പേരാണ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. ഓക്കെ, കട്ടിംഗ് ഫ്ലൂയിഡ്സ് സാധാരണ 2 രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. കൂളൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ലൂബ്രിക്കൻസ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. കൂളൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന മെയിനായിട്ട് ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത് കട്ടിംഗ് ടൂളും വർക്ക് മെറ്റീരിയലും തമ്മിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? ദെൻ അടുത്തത് പറയാൻ പോകുന്നത്, ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഷുഡ് ഹാവ് ലോ വിസ്കോസിറ്റി, വളരെ ലോ വിസ്കോസിറ്റി ആയിരിക്കണം, എങ്കിലേ അതിന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് പോസസ് ഗുഡ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു ലൂബ്രിക്കേറ്റിംഗ്, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ കഴിയണം, എങ്കിലേ അത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ഹാവ് ഹൈ സ്പെസിഫിക് ഹീറ്റ് ആൻഡ് ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി. മാക്സിമം ഹീറ്റ് അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി നോൺ കൊറോസീവ്, അതായത് ഒരിക്കലും കട്ടിംഗ് ഫ്ലൂയിഡ് കട്ടിംഗ് ടൂളിനെയോ വർക്ക് മെറ്റീരിയലിനെയോ കൊറോഡ് ചെയ്യാൻ പാടില്ല. ദെൻ ഇറ്റ് ഷുഡ് ബി നോൺ ടോക്സിക് ആൻഡ് ഓർഡർലെസ്. അതിന് പ്രത്യേകിച്ച് സ്മെല്ലോ അല്ലെങ്കിൽ ടോക്സിക്കോ ആവാൻ പാടില്ല. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന പേഴ്സണെ എഫക്റ്റ് ചെയ്യും. ദെൻ ഇറ്റ് ഷുഡ് ബി സേഫ് ആയിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് പെർമിറ്റ് ക്ലിയർ വ്യൂ ഓഫ് ദി വർക്ക്. എന്ന് പറഞ്ഞാൽ കട്ടിംഗ് ടൂള് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് കട്ടിംഗ് പ്രോസസ്സ് വിസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ക്ലിയർ വ്യൂ, ഇറ്റ് ഷുഡ് പെർമിറ്റ് ക്ലിയർ വ്യൂ ഓഫ് ദി വർക്ക് ഓപ്പറേഷൻ. ഇത്രയാണ് ഒരു കട്ടിംഗ് ഫ്ലൂയിഡ്സിന് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ആ ഫ്ലൂയിഡിനെ ഒരു കട്ടിംഗ് ഫ്ലൂയിഡായിട്ട് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ.
ദെൻ അടുത്ത് പറയുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കട്ടിംഗ് ഫ്ലൂയിഡ്സ് ആണ്. സ്ട്രെയിറ്റ് ഓയിൽസ്, അതുപോലെ തന്നെ സൊലബിൾ ഓയിൽസ്, സെമി സിന്തറ്റിക് ഫ്ലൂയിഡ്സ്, സിന്തറ്റിക് ഫ്ലൂയിഡ്സ്. ഇത്രയാണ് കോമൺ ടൈപ്സ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാനുള്ളത് ഒന്ന് കട്ടിംഗ് ടൂൾ ജോമെട്രി, അതുപോലെ തന്നെ ഓർത്തോഗണൽ ആൻഡ് ഒബ്ലിക് കട്ടിംഗ്. ദെൻ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സ് ജസ്റ്റ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.